ഈ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൂടി വന്നപ്പോൾ താൻ ഇവിടെ ഒന്നുമല്ലാതായി പോകുന്നു എന്ന ആ ഒരു തോന്നലുണ്ടായി. അല്ല, അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു ശ്രീ ഷാബു പ്രസാദ്. പത്മ പുരസ്കാരം തനിക്ക് വേണമെങ്കിലും ഇതിനു മുമ്പ് എപ്പോ വേണമെങ്കിലും കിട്ടുമായിരുന്നു എന്നുള്ളത്. പത്മ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം നേരത്തെ വെള്ളാപ്പള്ളിയും പറഞ്ഞിട്ടുള്ളതാണല്ലോ. അല്ല, അത് ചിലപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ഏതെങ്കിലും ട്രോഫി ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്മശ്രീ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്രോഫി അല്ലെ ചിലപ്പോൾ അദ്ദേഹത്തിന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവെക്കാനുള്ള സാമ്പത്തികശേഷിയൊക്കെ സുമാരൻ. അങ്ങനെ പരിഹസിക്കരുത് ശ്രീ ഷാബു പ്രസാദ്. വെള്ളാപ്പള്ളി നേരത്തെ പത്മ പുരസ്കാരത്തെ കുറിച്ച് പറഞ്ഞതും അങ്ങ് കേട്ടിട്ടുണ്ടല്ലോ. പറഞ്ഞത് എന്റെ അഭിപ്രായമാണ്. അത് ഇവിടെ കേട്ട് കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലോ വരുന്നതിലോ ഉള്ള ട്രോഫി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പത്മശ്രീയോ പത്മഭൂഷണോ ഭാരതരത്നോ പരമോദരി ചക്രോ സുമാരൻ നായർക്ക് കിട്ടും. അത് ഉദാഹരണം മേടിച്ചു വെച്ചോട്ടെ, അതിനൊന്നും ആർക്കും വിരോധമൊന്നുമില്ല. ബിജെപിയുടെ കുതന്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞതോ? അതേക്കുറിച്ച് എന്താണ് അങ്ങ് മിണ്ടാത്തത്? അല്ലാതെ എനിക്ക് കുശുമ്പ് മൂത്തിട്ടാണ്, എനിക്ക് അസൂയ മൂത്തിട്ടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനിങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ ഷാബു പ്രസാദ് ബിജെപിയുമായി എപ്പോഴെങ്കിലും NSS സഹകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സുമാരൻ നായർ ബിജെപിക്ക് അനുകൂലമായി നടത്തിയ ഒരു പ്രസ്താവന അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാമോ? ചെയ്തിട്ടില്ല, സുമാരൻ നായർ ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പൊ അത് തിരിച്ചറിഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. അല്ല, ഞാനതല്ലേ ചോദിച്ചത്. ഇവര് ഈ ഐക്യദാഹം മുഴക്കുന്ന സമയത്ത് തുഷാർ ബിജെപിയുടെ അല്ലെങ്കിൽ BJP മുന്നണിയുടെ ഭാഗമാണെന്ന് സുമാരൻ നായർക്ക് അറിയില്ലായിരുന്നു. സ്മൃതി അതറിയാതെയാണോ നീ അത്രയ്ക്ക് വന്നത്? മാനസികാവസ്ഥക്ക് എന്തോ പ്രശ്നമുണ്ടോ? അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്, ഭ്രാന്താണ് പറയുന്നു. നന്നായി ആലോചിച്ചപ്പോഴാണ് അതിലെ ചതി മനസ്സിലായത് എന്ന്. അങ്ങനെ ആലോചിച്ച തീരുമാനത്തെ എന്തിനാണ് പരിഹസിക്കുന്നത്? അല്ല അപ്പം ഒന്നും ആലോചിക്കാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിനെ എടുത്തു ചാടി വലിയ വെള്ളം വെച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെന്നല്ലേ ഈ തെളിയിക്കുന്നത്. ഇങ്ങനെ എന്ത് സമുദായ നേതാവാണ്? ഞാൻ ഇന്നലെ പറഞ്ഞു, ഒന്നുകൂടെ ആലോചിച്ചപ്പോ ഇങ്ങനെ പറയാൻ തോന്നി. ഇതാണ് നേതൃത്വം എന്ന് പറയുന്നത്. ശരി, ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയത് കുടുംബാംഗങ്ങൾ തന്നെ ഇറങ്ങിയത് ഈ പറയുന്ന SNDP യോഗത്തിന്റെ ഭാരവാഹികൾ തന്നെ SNDP യോഗം എന്ന നിലയ്ക്ക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചത്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടായ കാര്യങ്ങളാണ്. അല്ല, നമ്മുടെ മുമ്പ് വേറെ പലതും ഉണ്ടല്ലോ. പിണറായിയുടെ കൂടെ കാറിൽ കയറി അല്ല, അതാണല്ലോ പറഞ്ഞ രണ്ട് വെള്ളം. അതാണല്ലോ രണ്ട് വെള്ളത്തിൽ കാര്യം പറയുന്നത്. അത് ചെയ്തിട്ടേ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇദ്ദേഹം ഒരു സാധുവും പരമപരോപകാരിയുമാ.